പ്രിയമുള്ളവരെ, എല്ലാവരിലും പരമകാരുണികന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം പ്രപഞ്ചത്തിലെ സൃഷ്ടികളിൽ കാണപ്പെടുന്ന ആസൂത്രണത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെയും പരിപൂർണതയെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ഒരു പെർഫെക്ഷന് കാരണം അതിൻ്റെ പിന്നിൽ ഉള്ള സജീവമായ അസ്തിത്വത്തിൻ്റെ ബുദ്ധിയുടെ പെർഫെക്ഷനാണ് എന്നും പറയുകയുണ്ടായി. ഈ ഒരു അസ്തിത്വം നമ്മുടെ ഭാവനകൾക്കെല്ലാം അതീതമാണ് എന്ന് മനസ്സിലാക്കാൻ നാം പ്രപഞ്ചത്തെക്കുറിച്ച് അല്പമൊന്ന് പഠിച്ചു നോക്കിയാൽ മാത്രം മതി. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് പുറത്ത് മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്നവയാണ്. നാമും അതിൻ്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് നമുക്കിനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തിയിടത്തോളം അതിൻ്റെ വ്യാപ്തി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് ലഭിച്ചത് 1990 മുതൽ ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുന്ന ഹബിൾ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്ന ദൂരദർശിനിയുടെ സഹായത്താലും 2021 ഭൂമിയെ ചുറ്റിക്കൊണ്ട് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് തുടങ്ങിയ ടെലസ്കോപ്പുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചത്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹബിൾ ടെലസ്കോപ്പിലൂടെയും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രപഞ്ചത്തിൻ്റെ വികാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ബലൂൺ, ധാരാളം പുള്ളികളുള്ള ഒരു ബലൂൺ നാം ഊതി വീർപ്പിച്ചാൽ അത് വീർത്ത് വരുന്നതിനനുസരിച്ച് അതിലെ പുള്ളികൾ ഇങ്ങനെ അകന്നുകൊണ്ടേയിരിക്കും. നാം സാധാരണയായിട്ട് കാണുന്നതാണ്. അതേപോലെ പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം അതിവേഗം പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി, കണ്ടെത്തിയിടത്തോളമുള്ള വ്യാപ്തി വെച്ച് തന്നെ പ്രപഞ്ചത്തിൽ 2 ട്രില്യൺ ഗാലക്സികളുണ്ട് എന്നാണ് കണക്ക്. 10 ലക്ഷം ഇൻറ്റു 10 ലക്ഷമാണ് ഒരു ട്രില്യൺ. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഇൻറ്റു 1000 ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഇൻറ്റു 10 ലക്ഷമാണ്. അത്രയും ഗാലക്സികൾ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഗാലക്സികളുടെ എണ്ണമാണ് പറയുന്നത്. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം നക്ഷത്രങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയും സൂര്യനും ഒക്കെ നിലകൊള്ളുന്ന ഗാലക്സിയാണ് ആകാശഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന മിൽക്കി വേ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഗാലക്സി. അതിൽ മാത്രം ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ആകാശഗംഗ പോലെയുള്ള 2 ട്രില്യൺ ഗാലക്സികൾ കണ്ടെത്തിയിടത്തോളമുള്ള പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. ഇനി എത്ര കണ്ടെത്താൻ ബാക്കിയുണ്ട് എന്നതിനെപ്പറ്റി യാതൊരു അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രപഞ്ചം, ഇത്രയും വലിയ ഒരു പ്രപഞ്ചം, അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടിപ്പിൽ
സൃഷ്ടിച്ച ആ ഒരു ശക്തിയും നമ്മുടെ എല്ലാ ഭാവനകൾക്കും അതീതമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം.